വീട് പണിയുമ്പോൾ അണ്ടർഗ്രൗണ്ട് മിണ്ടായി അനങ്ങുന്നില്ല. ഹലോ ഗൈസ്, അണ്ണൻ തിരുമ്പി വന്നാച്ച്. ഞാൻ ഗെയിമിങ്ങുമായിട്ട് വീണ്ടും തിരുമ്പി വന്നാച്ച്. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോ ഇട്ട് നല്ല വീഡിയോയിലൊരു ഷോർട്സ് ഇട്ട് നല്ല ഇതായിരുന്നു. അതുപോലെ തന്നെ എല്ലാത്തിനും ചെയ്ത് കഴിഞ്ഞാൽ ശുഭ കറുത്ത നമുക്ക് പേരെടുക്കാം. എന്തായിരുന്നു കൊടുക്കാം? പ്രയാഗ് സിംഗ്. എടുക്കുന്നില്ല. എന്താ നീ എൻ്റെ അക്കൗണ്ടിൽ കയറി നമുക്ക് പിടിച്ച് മണ്ടയാൻ പൊളിക്കും. പാപ്പി പോപ്പിന്നിട്. പാപ്പി പപ്പിന്നിട്. പപ്പി ശരി. പപ്പി നല്ല ഇത് മതി. സീഡ് നമുക്ക് ഇതൊന്നും വേണ്ട. 1 2 3 3 സൂപ്പർ ഫ്ലാറ്റ് ഒന്നും വേണ്ട. നോർമൽ ഡിഫി നോർമൽ മതി. ക്രിയേറ്റ് ഇത് പാപ്പി നമുക്ക് കളിച്ചു തുടങ്ങാം. ഇത് ചത്ത് കഴിഞ്ഞാൽ തീരും കേട്ടാ. ഹാർഡ് കോർ ഒന്നുമില്ല. ഹാർഡ് കോർ തന്നെ ചത്താ തീരും. വാടാ പയ്യ കളിക്കറിഞ്ഞൂടെ ഹാർഡ് കോർ. അപ്പോളാ ഈ കളി കണ്ടുപിടിച്ച തന്നെ ഞാനാണ്. അമ്മയാണ് സത്യം. അങ്ങനെയൊന്നും അല്ല, ഈ കളി നിനക്ക് പഠിപ്പിച്ചെന്ന ആര്? ഞാനല്ലേ. ഈ ഗെയിം കണ്ടുപിടിച്ചാൽ അതേതോ ഒരു മഹാൻ. ഗൈസ് സത്യം പറഞ്ഞ ഈ ഗെയിം എങ്ങനെയുണ്ട്? ഞാൻ കളിച്ചിട്ട് 2 വർഷം ഉണ്ടായി. ഗൈസ് ഈ അണ്ടർഗ്രൗണ്ട് ഈ വീട് ഇവരെന്തരോ വലിയ എന്തരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. രാത്രി ഇന്നലെ ഞാൻ നറൂട്ടോ കണ്ട് ഗൈസ്. നറൂട്ടോ ഉണ്ട്. എത്ര നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം രാത്രി ടി വിയിൽ വരും 10 മണി തൊട്ട് 12 മണി വരെ. ഞാൻ നോക്കിയപ്പോൾ ഞാൻ നറൂട്ടോ കാണുന്ന അത്രയും നേരം ഇരുന്ന് രാത്രി വരെ മൊബൈൽ കാണാൻ വരുന്നു. വലിയൊരു കിക്ക് കഴിഞ്ഞെടുത്ത് എൻ്റെ പൊന്നി ഇതേത് കാണാൻ ചത്താ ഫോൺ ചത്താ സ്ഥലം വെള്ളത്തിൽ ചാടി ചത്തോ. നമുക്കൊരു ഐഡിയ ഉണ്ട്. ആരും പേടിക്കണ്ട. നെറ്റ് ഓഫ് ചെയ്തിട്ടാലോ കുഴപ്പം പറ്റോ? ഇല്ല, വർക്കാവും. പോടാ ഈ കൊലമീനെ കൊനഹമാറു. ഗൈസ്, നിങ്ങൾ ഞാനിപ്പോൾ സീസൺ 1 എത്തി. കമൻറ്റ് ചെയ്യുക ഗൈസ്, നിങ്ങൾ എവിടെ എത്തിയെന്ന്. നിങ്ങൾക്ക് എൻ്റെ ഗുണം അറിയത്തില്ല. ഗുണം എനിക്കിവിടെ ഉണ്ടായിരുന്നു. വീട് പണിയാതെ അപ്പോൾ വീട് വേണ്ടിയല്ല. നമുക്ക് ഫസ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തി പോയാ. എന്നിട്ട് ഇതെടുത്ത് ഇങ്ങോട്ടിങ്ങനെ വെക്കണം. എന്നിട്ട് കേരളയിലോട്ട്. എന്നിട്ട് ഈ ബുക്കിൽ പോകണം. എന്നിട്ട് ഇങ്ങനെ ബോട്ട് തപ്പണം. ബോട്ട് ഏതെങ്കിലും മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കളിക്കാനുള്ള മടി കാരണമാണ് ഞാൻ ഇതിൽ കളിക്കുന്നത്. ബോട്ടില്ലേ? ബോട്ട് നോക്കടാ. പങ്കായം കണ്ടിയേ? എന്തിയേ? അതാണ് ഒരെണ്ണം വേണം. ഈ പങ്കായല്ല, മണ്ണൂരാനായിരുന്നു. അടിച്ചരിഞ്ഞേ ഇപ്പം എൻ്റെ തടി കളഞ്ഞു. എന്തിയാടാ നമുക്ക് ബോട്ട് നടി. ഞാനൊക്കെ അടിച്ചിട്ട് പോരാ. കിട്ടി മക്കളെ, അങ്ങോട്ട് നോക്ക്. എനിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എനിക്കറിയാം. 4 ഉണ്ടായത് സെറ്റ്. ഇങ്ങനെ നോക്കിയാൽ ബോട്ട് കിട്ടി. ഗൈസ്, ഇതെന്തിനാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. പറയണ്ട. ഇതെടുത്ത് അടുത്തയില്ലേ. അപ്പോൾ ഗൈസ്, ഏതെങ്കിലും ഐലൻഡ് ഞാൻ കണ്ടുപിടിച്ചിട്ട് വരാം. അതുവരെ നിങ്ങൾ ഗൈസ് ഏതോ ഒരു അവിടെ നിന്ന് എൻ്റെ ബോട്ടെല്ലാം പൊട്ടിപ്പോയി. ഞാനിപ്പോൾ കൊടുമുടിയുടെ മുമ്പിൽ വന്ന് പൊട്ടിയിരിക്കുന്നത്. ഗൈസ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ പാതി വെച്ച് ഒന്നും കിട്ടാതെ മരിച്ചു വീഴുന്നത് നിങ്ങൾ ദയനീയമായ അവസ്ഥ കാണേണ്ടി വരുമല്ലോ. കൊടുമുടി കീഴടക്കി ഏറ്റവും ഇവിടെ കാണാം. എൻ്റെ അഭിപ്രായത്തിൽ ഇരുട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നേക്ക് നീ മണ്ണിന്റെ അടിയിൽ വീട് ഓടാ. മുന്നേ കുഴിച്ചു പോയ വീടാവും.
വീടൊന്നും വേണ്ട എനിക്ക്. അപ്പം ചത്തു. നടക്കാം നല്ലോണം. ഓഹോയ്. അപ്പോഴേ ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ട് നിങ്ങളെ വീണ്ടും എടുക്കാം. എടാ പ്രയാഗ വീട്ടിൽ പോടാ. എടാ പ്രയാഗ വീട്ടിൽ പോ. ഇവിടെ നീ എന്തിരിക്കുന്നു? നീ എങ്ങനെ നിന്റെ അകത്ത് കയറി വന്ന്? ചേട്ടാന്നൊക്കെ വിളിക്കുന്നു. ചുമ്മാ അല്ല എൻ്റെ അനിയനാണെന്ന് എഴുതി. ശരിയാണ്, അതേക്ക് ഇരിക്കുന്നു മുഖമൊക്ക. അല്ല, നിന്നെ പോലെയാണ് മൂക്കെല്ലാം തള്ളി. ഓ പിന്നെ ദൈവം. ഇത് കണ്ടിട്ടല്ലോ ഒരേ ഇരിക്കുന്നട തല ഇറങ്ങുന്നട. അയ്യോ തല ഇറങ്ങി ഞാൻ വീട്. കണ്ണടച്ചു ഗൈസ്. അപ്പോൾ വീണ്ടും കാണാം. കൊടുമുടി കീഴടക്കി. അതെങ്ങനെയാ വിട്ടാ ഗൈസ്? ഇന്ത്യ അവിടെ മണ്ട കളി കളിക്കുകയാണെന്നാണ് തോന്നുന്നത്. കുറേ ക്യാച്ചൊക്കെ വിടുന്നെന്നൊക്കെ എൻ്റെ അച്ഛൻ കൂവി വിളിക്കുന്നുണ്ട്. ആരച്ച ക്യാച്ച് വിട്ടാ? ഏച്ചാ ആരി? അവനെയൊക്കെ ഉണ്ടല്ലേ. മണ്ട കീറുന്നു. ചെന്ന് കയറിക്കൂടാ മല ചടിച്ചിരി. ഫുഡെല്ലാം തീരും. അതിനൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ കണ്ടോ തീർന്ന ഇവിടെ കുറച്ച്. അതായത് ഇത് നമ്മൾ കൊടുമുടി കീഴടക്കിയ സന്തോഷത്തിന് നമുക്ക് കുറെ കല്ല് വെട്ടിക്കൊണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ സോംബി എണ്ണന്മാരൊക്കെ ഇപ്പോൾ വന്ന് എന്നെ പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. എൻ്റെ അനിയനെ പോലത്തെ കുറേ ദുഷ്ടന്മാരായ സോംബികളുണ്ട്. എപ്പോൾ ചെവിക്കല്ലടിച്ച് കളിക്കുന്നുണ്ട്. അവന്മാർക്കും അറിയില്ല, എനിക്കും അറിഞ്ഞൂടാ. പറഞ്ഞില്ലേ ചൂട് ചായ എടുത്ത് കയ്യിൽ വെച്ചെന്ന ദുഷ്ടനായ അനിയൻ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ബൈ. ഇപ്പം സെക്കൻഡ് പാർട്ടായിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റ ഗൈസ്.